നമസ്കാരം. ഈ വർഷത്തെ വിഷുവിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ശനി മീനം രാശിയിൽ പ്രവേശിച്ചതും 2.5 വർഷത്തോളം മീനം രാശിയിൽ തന്നെ തുടരുന്നതും ജീവിതത്തിൽ പല രാശിക്കാർക്കും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഏപ്രിൽ 14-നാണ് വിഷു ആഘോഷിക്കുന്നത്. പുതിയ വർഷത്തിന് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറയ്ക്കുന്നതായ ദിവസം കൂടിയാണ് നാളെ എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഈ വിഷു വർഷത്തിൽ ചില രാശിക്കാരുടെ ജീവിതം തന്നെ മാറിമറിയുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. മികച്ചു നിൽക്കുന്നതായ ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. പ്രധാനമായും ജീവിതത്തിൽ നാളത്തെ ദിവസം കൂടുതലായും അനുകൂലമായ ഫലങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ ആരംഭിക്കുന്നതായ ആ നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ഗുരുവായൂരപ്പനെ വന്ദിക്കുക. ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ വളർച്ചയിലേക്ക് കടക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. പുതിയ ജോലി, പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. പല വിധത്തിലും അനുകൂലമായ മാറ്റങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കുടുംബത്തിൽ പല വിധത്തിലും സന്തോഷകരമായ നിമിഷങ്ങൾ, സമാധാനപൂർണമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആരോഗ്യ കാര്യങ്ങളിലും വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ, സമ്പൽ സമൃദ്ധി പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ്. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ബിസിനസ് സംബന്ധമായും അനുകൂലമായ സമയം തന്നെയാകുന്നു. ഭാഗ്യവർഷമായി തന്നെ ഈ 2025 അതായത് ഈ വർഷത്തെ പരാമർശിക്കുവാൻ സാധിക്കും. പല വിധത്തിലും പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്ന് വരുന്നതായ സമയമാണ്. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുകയും ധനപരമായ നേട്ടങ്ങളും മറ്റ് സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. സാമ്പത്തിക പ്രയാസങ്ങളാൽ കടബാധ്യതകൾ വർദ്ധിക്കുകയോ അത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം വ്യക്തികൾക്കും മാറ്റങ്ങൾ വന്നു ചേരാം. കടബാധ്യതകൾ പോലും കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ ധനം കൈകളിലേക്ക് പല വഴികളിലൂടെയും കടന്ന് വരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഏപ്രിൽ 14 എന്ന ദിവസം കൂടുതൽ അനുകൂലമായി തീരും. ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാണ്. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യങ്ങളുണ്ട്. പോസിറ്റീവായ മാറ്റങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ധനപരമായ നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് നയിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളെ നയിക്കുവാൻ സാധിക്കുന്നതാണ്. ബിസിനസ് സംബന്ധമായി നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അഭിവൃദ്ധിയും സമൃദ്ധിയും ജീവിതത്തിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കടന്ന് വരുന്നതായ സാഹചര്യം ഇവർക്കുണ്ട്. കൂടാതെ ഈ സമയം മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല മാറ്റങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ അത് നടക്കാതിരിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. നിങ്ങൾക്ക് ധനം ആവശ്യമുള്ള സമയങ്ങളിൽ ധനപരമായ ചില സഹായങ്ങൾ, പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും.
തൊഴിൽപരമായാണ് എങ്കിലും ബിസിനസ് പരമാണ് എങ്കിലും നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. വിദേശത്തേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായി വന്ന് ഭവിക്കാവുന്നതുമാണ്. പൊതുവിൽ ഈ സമയം കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ, വേണ്ടപ്പെട്ടവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് പല വ്യക്തികൾ മൂലമോ അല്ലെങ്കിൽ നിങ്ങൾ മൂലമോ കടന്ന് വരാവുന്നതാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കടന്ന് വരാവുന്നതായ സമയമാണ്. അതിൽ സംശയം വേണ്ടതില്ല. പലപ്പോഴും പല വിധത്തിലും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശ്രമങ്ങൾ നടത്തിയിട്ടും പരാജയപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം പരിശ്രമങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കടന്നു വരികയും പരിശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാം. പല വിധത്തിലും അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്താം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട്. അതിൽ പലതും നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. ആഗ്രഹ സാഫല്യങ്ങൾ ഒരു പരിധി വരെ നടക്കുന്നതാണ്. അത്തരം കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. കൂടാതെ ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയും സന്തോഷകരമായ നിമിഷങ്ങൾ ഇരട്ടിക്കുകയും ചെയ്യുന്ന സമയമാണ്. എന്നാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ ശ്രദ്ധ വളരെയധികം പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തിരിച്ചടികൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കാവുന്നതാണ്. ചില വ്യക്തികളെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം നഷ്ടങ്ങളോ വിഷമങ്ങളോ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കുകയും വലിയ മുന്നേറ്റങ്ങൾ തന്നെ നടത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്ന് വരികയും ചെയ്യും. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ, മറക്കാൻ സാധിക്കാത്തതായ ഗുണാനുഭവങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വ്യക്തിപരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വിദേശ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യങ്ങൾ, വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ആഗ്രഹങ്ങൾ നടക്കില്ല എന്ന ചിന്ത മനസ്സിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയം. ശുഭപ്രതീക്ഷകൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾ സന്തോഷിക്കുന്നതായ നിരവധിയാർന്ന നിമിഷങ്ങൾ വന്നു ചേരാം. സഹായം ആവശ്യമുള്ള സമയങ്ങളിൽ വേണ്ടപ്പെട്ട ചില വ്യക്തികൾ മുഖം തിരിച്ചു എന്ന് വരാം. എന്നാൽ ചില വ്യക്തികൾ, അപരിചിതരായ വ്യക്തികൾ പോലും നിങ്ങളെ സഹായിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതാണ്. ഈ സമയം ചെലവിന്റെ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതും ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അത് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വന്ന് ചേരുന്നതാണ്. മനസ്സിൽ എന്നും ഓർത്തിരിക്കുവാൻ സാധിക്കുന്ന വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സമയം. ഇവർ തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. നിങ്ങൾക്ക് പല വഴികളിലൂടെയും ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും.